നിലമ്പൂരിലെ BJP എടുത്തിരിക്കുന്ന ഒരു നിലപാട് അത് ഇപ്പോഴത്തെ സ്ഥിതിക്ക് അവർക്കൊരു മൈലേജ് ഉണ്ടാക്കുന്നത് തന്നെയാണ്. കാരണം തുടക്കത്തിൽ പറഞ്ഞത് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യമില്ലായിരുന്നു, ആവശ്യം ഉണ്ടാകുന്നത് അവിടെ ഒഴിവ് വരുന്ന അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയേ പറ്റുകയുള്ളൂ. അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുക അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുക എന്നുള്ളത് അത് ഓരോ പാർട്ടിയുടെയും നിലപാടാണ്. BJP അതിനകത്തൊരു പിന്മാറ്റം നടത്തിയതിന് പിന്നിൽ ഒന്ന്, അവിടെ ഒരിക്കലും ഒരു വിജയസാധ്യത ഇല്ല. പിന്നെ അത് BJPക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്ഷീണം ഉണ്ടാക്കും എന്നും കരുതിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പിന്മാറ്റത്തിലേക്ക് പോയത്. പക്ഷേ BJPയുടെ കേന്ദ്ര നേതൃത്വം അത് ഒന്നുകൂടെ തിരുത്തുകയാണ് ചെയ്തത്. അവിടെ മത്സരിക്കണം, BJP മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ക്രൈസ്തവ സഭയിൽ നിന്ന് തന്നെ ഉള്ള ഒരാളായിരിക്കട്ടെ. ഇനി BDJS ആ സീറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ മത്സരിക്കട്ടെ എന്നുമായിരുന്നു. മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിലെ 8500 അധികം വോട്ട് നേടി. അത് കൂട്ടുക എന്നുള്ളതായിരിക്കണം. കാരണം ഈ ക്രൈസ്തവ വിഭാഗത്തെ BJP ചേർത്ത് നിർത്താൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. അതിൻ്റെ ഒരു ഫലം കണ്ടു തുടങ്ങണം. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൻ്റെ ഒരു യഥാർത്ഥ പ്രതിഫലനം അവിടെ വരണം. അതിനു മുൻപ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുണ്ട്. ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഭാഗികമായിട്ടെങ്കിലും പ്രതിഫലിക്കണം. 26 പൂർണ്ണമായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലനം കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകളിൽ നിന്ന് വരുന്നവർക്ക് നമുക്കറിയാം, കേരളത്തിലെ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിലെ ഏതാണ്ട് നല്ല പങ്കും ക്രൈസ്തവർ തന്നെയാണ്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ, ജോസഫ് വിഭാഗത്തിലായാലും ക്രൈസ്തവർ തന്നെയാണ് കൂടുതൽ. അവരെയൊക്കെ ഇങ്ങോട്ടേക്ക് ചേർത്ത് നിർത്തുക എന്നുള്ളത് BJP ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഭാവിയിൽ ക്രമേണ അവർ BJPയിലേക്ക് വരും എന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണല്ലോ ഇപ്പോൾ ജോസഫ് വിഭാഗത്തിൽ നിന്നുള്ള ആൾ ഇങ്ങോട്ടേക്ക് എത്തുകയും സ്ഥാനാർത്ഥിത്വം നൽകുകയും ചെയ്തിരിക്കുന്നത്. അത് കേരള കോൺഗ്രസിൽ നിന്ന് ഇനിയും അത്തരത്തിലുള്ള പലരും BJPയിലേക്ക് വരാനുള്ള സാധ്യത BJP തള്ളിക്കളയുന്നില്ല. അവരത് പ്രതീക്ഷിക്കുന്നുമുണ്ട്. അത്തരത്തിലുള്ള നീക്കവുമാണ് നടത്തുന്നത്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ 26 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും അവരുടെ സ്വീകാര്യത അനുസരിച്ച് അവർക്ക് ചില മണ്ഡലങ്ങൾ മാറ്റിവെക്കുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തിക്കുന്നത്. അത് BJPക്ക് കൂടുതൽ ജനപ്രീതി നേടുന്നതും കൂടുതൽ വോട്ട് സമാഹരിക്കാൻ കഴിയുന്നതുമാണ്. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ എതിർകക്ഷികൾ, രാജ്യത്തെ ഇടതുപക്ഷ കക്ഷികളായാലും വലതുപക്ഷവും ഒക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചത് ഈ ഹിന്ദുത്വ രാഷ്ട്രീയം എന്നുള്ളതാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു പാർട്ടി മാത്രമാണ് BJP എന്നും നരേന്ദ്രമോദി എന്നും ഒക്കെ പറഞ്ഞു പോയി. 19 വീണ്ടും നരേന്ദ്രമോദി വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരികയും മോദി തന്നെ തുടർഭരണത്തിലേക്ക് വരികയൊക്കെ ചെയ്തപ്പോൾ പല ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് മറ്റു ചിലരുണ്ടാക്കി വെച്ചു കൊടുത്ത ആ ധാരണയിലൊക്കെ മാറ്റം വരാൻ തുടങ്ങി. പിന്നീട് ക്രൈസ്തവ സഭ BJPയുമായിട്ട് കൂടുതൽ അടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് ബിഷപ്പ് പാംബ്ലാനിയെ പോലുള്ളവർ തുറന്നു പറഞ്ഞു, ഞങ്ങൾക്ക് റബ്ബറിന് 300 രൂപ വില തരൂ, ഞങ്ങൾ നിങ്ങൾക്കൊരു MBA തരാമെന്ന്. അതൊക്കെ മറ്റ് 2 മുന്നണികളെയും ഏറെ ഹാലിളകി എന്നുള്ളതാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ. കാരണം ക്രൈസ്തവ വോട്ടുകൾ BJPയിലേക്ക് പോകുന്നത് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. BJPയിലേക്ക് പോകുന്നു എന്നുള്ളത് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ അവർ മനസ്സിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് 24 പുതിയ
മൂന്നാം വട്ടവും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ജോർജ് കുര്യനെ പോലുള്ള ഒരാളെ മന്ത്രി പദവിയിലേക്ക് കൊണ്ടുവന്നതും ഇത് ക്രൈസ്തവരെ കൂടുതലായിട്ട് BJPയിലേക്ക് അടുപ്പിക്കുന്നതിന് സാധിക്കുന്നു. BJPക്ക് ക്രൈസ്തവരുടെ ഒരു നിര തന്നെ ഉണ്ട് കേരളത്തിൽ. ഇപ്പോൾ ജേക്കബ് തോമസ് ആയാലും PC ജോർജ്, അതുപോലെ തന്നെ AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി, PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ്, ഇവരുടെ ഒരു നിര നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ക്രൈസ്തവ സഭ കൂടുതലായിട്ട് അടുക്കും. അതുപോലെ നമ്മൾ കണ്ടതാണ് ക്രിസ്മസ് കാലത്തും ഈസ്റ്റർ കാലത്തും ഒക്കെ അതിനകത്ത് ഇവിടെ ക്രൈസ്തവ സഭയെ കൂടുതലായിട്ട് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് BJP മുമ്പോട്ട് പോകുന്നത്. അവരൊന്നിച്ച് ക്രിസ്മസ് വിരുന്നും ഈസ്റ്റർ വിരുന്നും ഒക്കെ ഉണ്ണുന്നു. ബിഷപ്പുമാർ പ്രധാനമന്ത്രിയെ കാണുന്നു. കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ ആവശ്യങ്ങൾ മുഴുവൻ ഇവിടുത്തെ ക്രൈസ്തവ നേതാക്കൾ വഴി, BJPയുടെ നേതാക്കൾ വഴി കേന്ദ്രത്തെ ധരിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വലിയൊരു കുറിക്കുകയും ചെയ്തു. ഇത് UDFിലേറെ അങ്കലാപ്പുണ്ടാക്കിയതാണ്. അതുകൊണ്ടാണല്ലോ അവർ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റിയിട്ട് സണ്ണി ജോസഫിനെ വെച്ചത്. അത് സണ്ണി ജോസഫ് വരികയോ അല്ലെങ്കിൽ സുധാകരൻ ഇരിക്കുകയോ ചെയ്താലും ഈ ലീഗിൻ്റെ ആധിപത്യം കുറച്ചെങ്കിൽ മാത്രമേ ക്രൈസ്തവരെ അവർക്ക് തിരിച്ചു കിട്ടൂ. ഇനിയിപ്പോൾ അത് തിരിച്ചു കിട്ടുമെന്നും പ്രതീക്ഷ വേണ്ട. കാരണം അത്രത്തോളം ലീഗ് അതിനകത്ത് ഇടപെടലല്ല, ലീഗാണ് ഭരിക്കുന്നത് കോൺഗ്രസ്സിന്. ആ ഒരു സാഹചര്യത്തിലേക്കാണ് മാറിയത്. കോൺഗ്രസ്സിനകത്തുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഹൈക്കമാൻഡിനെ ധരിപ്പിക്കുന്നത് ലീഗായി. ലീഗ് പറഞ്ഞാൽ അത് ഹൈക്കമാൻഡ് വിശ്വസിക്കുകയും മുഖവിലക്കെടുക്കുകയും ചെയ്യും. ഹൈക്കമാൻഡിൻ്റെ ആരെങ്കിലും ഉന്നത നേതാക്കന്മാരെല്ലാവരും കേരളത്തിലെത്തിയാൽ ആദ്യം പോകുന്നത് പാണക്കാട്ടേക്കുമാണ്. ഇങ്ങനെ കാര്യങ്ങൾ മാറിയിരിക്കുന്ന സ്ഥിതിക്ക് അതും വളരെ പരസ്യമായിട്ട് തന്നെ ലീഗ് ബന്ധം വളരെ ദൃഢമാക്കിയിരിക്കുകയാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് UDF അധികാരത്തിൽ വന്നാൽ ലീഗിന് വലിയ സ്ഥാനമുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് മാത്രമേ മറ്റുള്ളവരിലേക്ക് പോകൂ. ലീഗിന് ബാർഗെയിൻ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ഇടമായിരിക്കും UDF. ലീഗ് ഏതെങ്കിലും ഒരു കാരണവശാൽ LDFിലേക്ക് പോയാൽ അവർക്ക് അവിടെ ഈ ബാർഗെയിനിങ് ഒന്നും നടക്കത്തില്ല. LDFിൽ ഒരു ഘടകകക്ഷികൾക്കും ബാർഗെയിനിങ് ഒന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ജോസ് കെ മാണി വിഭാഗമൊക്കെ അവിടെ പോയി അധികാരത്തിൽ അങ്ങനെ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവരുടെ ബാർഗെയിനിങ്ങോ ഒന്നും തന്നെ നടക്കത്തില്ല എന്നുള്ളതാണ്. പക്ഷേ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇനിയുള്ള വഴി. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റമൊക്കെ സംഭവിച്ചിരിക്കുന്ന സ്ഥിതിക്ക് മൂന്നാം വട്ടവും UDFിന് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കേണ്ടി വരുമോ എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്.